SSC GD ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ 2025-26 വർഷത്തെ SSC GD സെഷൻ പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് ഇന്നൊരു വീഡിയോ നമ്മൾ അനൗൺസ് ചെയ്ത് പ്ലാൻ ചെയ്തതിന് ശേഷം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. നിങ്ങൾ അറിഞ്ഞു കാണും. നമ്മുടെ ചാനലിൽ തന്നെ ഇന്ന് 6 മണിക്ക് ഒരു ലൈവ് ഉണ്ടായിരുന്നു. ആ ലൈവിൽ പറഞ്ഞ കാര്യം ഇപ്പോൾ വന്നൊരു നോട്ടിഫിക്കേഷനാണ്, റീസെൻ്റ് ആയിട്ട് വന്നൊരു നോട്ടിഫിക്കേഷനാണ്. SSC GD ഈ വർഷത്തെ വേക്കൻസീസിൻ്റെ നമ്പർ കൂടി എന്ന് പറയുന്നൊരു നോട്ടിഫിക്കേഷൻ റീസെൻ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പോൾ അത് വളരെ സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. SSC GDയുടെ വേക്കൻസി നേരത്തെ ഏകദേശം 39,000 വേക്കൻസി ആയിരുന്നു. ഇപ്പോൾ അത് കൂടി ഏകദേശം 53,000-ൽ പുറത്ത് വേക്കൻസി ആയിട്ട് ഇൻക്രീസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷനും കൂടി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും SSC GD എക്സാംസ് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെ ആയിരിക്കും. ചില ആൾക്കാർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വേക്കൻസി കൂടി എന്ന് പറയുന്നത് 53,000, ഏകദേശം 50,000-ന് വരുന്ന വേക്കൻസി സ്റ്റേബിൾ ആയിട്ട് തന്നെ SSC GDക്ക് ഉണ്ട്. അപ്പോൾ ഒരു യൂണിഫോം പോസ്റ്റ് SSC GD പോലെയുള്ള പരീക്ഷ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് സമയം ഇപ്പം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ SSC GD 2025-26 എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ഇപ്പോൾ ഇങ്ങനൊരു ലൈവ് വരാൻ കാരണം എന്താണെന്ന് ആദ്യം തന്നെ പറയാം. നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാം. പലപ്പോഴും SSC GD പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. ആ മിസ്റ്റേക്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ SSC GDയുടെ പരീക്ഷയുടെ ഡേറ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചാടി വന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് ഒരു 2 മാസം 3 മാസം മാത്രം മുമ്പിലുള്ളപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം കൊണ്ടാണ് ആ 3 മാസം പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ആ ചെറിയ സമയം കൊണ്ട് ഒരു പക്ഷേ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഒരു 3 മാസമോ അല്ല 4 മാസമോ കൊണ്ട് പലപ്പോഴും പറ്റാറില്ല. അതെപ്പോഴും ദിശ അക്കാഡമി എപ്പോഴും പറയാറുണ്ട്, ഓരോ പരീക്ഷയ്ക്കും വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുത്ത് വരേണ്ട ഒരു സമയമുണ്ട്. ആ ടൈം പീരീഡ് നിങ്ങൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് നല്ല മാർക്കോട് എക്സാം ക്ലിയർ ചെയ്ത് ജോലിയിലെത്താൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ പ്രൂഫുകൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കാണുന്നുണ്ടാവും, ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, അതിൻ്റെ ഒരു ജെനുവിനിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന വഴിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് ഇപ്പോൾ SSC GD 2025-26 എന്ന പരീക്ഷയെ പറ്റി ഞാൻ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം SSC GD പരീക്ഷ ഇനി വരാൻ പോകുന്നത് എന്നാണെന്ന് അറിയാമോ? ഈ കൂട്ടത്തിലുള്ളവർക്ക് അറിയാമോ എന്നാണ് SSC GDയുടെ അടുത്ത പരീക്ഷ, നെക്സ്റ്റ് എക്സാം വരാൻ പോകുന്നത്? നമ്മളിപ്പം SSC GD റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്, ലാസ്റ്റ് എക്സാമിൻ്റെ. അടുത്ത പരീക്ഷ വരാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? ഏകദേശം എക്സാം കലണ്ടർ അനുസരിച്ചിട്ട് ആർക്കും അറിയില്ലേ, കൂട്ടത്തിൽ ലൈവിലുള്ള ആർക്കും അറിയില്ലേ എന്നാണ്? ഏകദേശം അടുത്ത മാർച്ച് ഏപ്രിൽ സമയത്ത് എന്ന രീതിയിലാണ്. അടുത്ത മാർച്ച് ഏപ്രിൽ സമയങ്ങളിലാണ്, അടുത്ത മാർച്ച് ഏപ്രിൽ സമയങ്ങളിലാണ് അതിൻ്റെ ഒരു ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. ഏകദേശം 1 വർഷത്തിനടുത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങൾ SSC GD പോലൊരു പരീക്ഷ വളരെ സിൻസിയറായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട അവസാനത്തെ സമയം ഇതാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. നിങ്ങൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഇപ്പം മുതൽ പഠിച്ചാൽ 1 ഇയർ ക്ലിയർലി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹം മാത്രമായിട്ട് നിൽക്കും. നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ജോലി വേണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്ന തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ SSC GD പഠിച്ചു തുടങ്ങുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലേ ഇനി ഒരു വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന പരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതൊരു വാസ്തവമാണ്. ഈ ഫാക്റ്റ് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ പലരും മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ ദിശ അക്കാഡമിയുടെ ചാനലിൽ ഫോളോ ചെയ്യുന്ന, ദിശ അക്കാഡമിയോട് ചേർന്ന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരോടും ഈ ഒരു കാര്യം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ദിശ അക്കാഡമിയുടെ കോഴ്സ് എടുത്ത് പഠിച്ച്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കണ്ട് പഠിച്ച്, ഓഫ്ലൈനായിട്ട് വന്ന് പഠിച്ച് റിസൾട്ട് മേടിച്ച് ലാസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് ജോലിക്ക് കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ സിൻസിയറായിട്ട് SSC GD 2025-26 വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തോളുക. കാരണം നമ്മുടെ ഗൈഡൻസിൽ അങ്ങനെ ജോലി മേടിച്ച കഴിഞ്ഞ ഒരു വർഷം മാത്രം, ലാസ്റ്റ്
ലാസ്റ്റ് ഈ കഴിഞ്ഞ വട്ടം, അതായത് ജനുവരിയിലായിരുന്നു ഇവർക്ക് ജോലിക്ക് എൻ്റർ ചെയ്യുന്ന സമയം, അതായത് അവരുടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയം. അവരുടെ എക്സാം കഴിഞ്ഞു, ഫിസിക്കൽ കഴിഞ്ഞു, ഇത്രയും ആൾക്കാർ നമ്മുടെ കൂടെ നിന്ന് പഠിച്ച് ജോലിക്ക് കയറിയ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഫോട്ടോ നിങ്ങളെ കാണിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ജോലിക്ക് ഏറ്റവും ലാസ്റ്റ് 2025 ആദ്യം ജോലിക്ക് കയറിയ ആൾക്കാരുടെ ഫോട്ടോസ് മാത്രമാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളുടെ കൂട്ടത്തിൽ നിന്നും എക്സാം ക്ലിയർ ചെയ്ത് നമ്മളുടെ രീതിയിൽ നിന്നും പഠിച്ച് റിസൾട്ട് ക്ലിയർ ചെയ്തു. അപ്പോൾ ഈ നമ്പേഴ്സ് എന്താണ്? SSCGD 2025 ഒരു നമ്പേഴ്സും കൂടെ നിങ്ങളെ ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. 117, അതായത് 2025 പരീക്ഷ നടന്നതിൽ 117 പേരാണ് എക്സാം ക്ലിയർ ചെയ്യിപ്പിക്കാൻ പറ്റിയത്. നമ്മുടെ കൂട്ടത്തിലുള്ള, നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിൽ മാത്രമുള്ള 117 പേര് SSCGD 2025 എക്സാം ക്ലിയർ ചെയ്തു. അതിൽ നിന്ന് ജോലിക്ക് പോയത്, ഫിസിക്കൽ കഴിഞ്ഞിട്ട് ജോലിക്ക് പോയ ആൾക്കാരുടെ ഫോട്ടോസാണ് ഞാൻ നേരത്തെ കാണിച്ചത്. 117 ആൾക്കാരാണ് നമ്മളുടെ കൂടെ പ്രിപ്പയർ ചെയ്ത് എക്സാം ക്ലിയർ ചെയ്ത് ജോലിക്ക് കയറുന്ന, അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്ത ആൾക്കാർ. അതാണല്ലോ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ 2025 എന്ന് പറയുന്ന വർഷം കഴിഞ്ഞ് 2026 എത്തുമ്പോൾ ജോലിക്ക് കയറിയ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ആ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ ഇരിക്കും. നിങ്ങൾ വെറുതെ ആഗ്രഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളത് അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല. സോ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള നമ്പേഴ്സ് കാണിച്ചത്. 117 ആൾക്കാർ നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിൽ നിന്ന് മാത്രം. അതും അതേസമയം ഓൺലൈനിൽ നിന്ന് 219 പ്ലസ് റിസൾട്ട് എന്നാണ് പറഞ്ഞത്. പ്ലസ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 219 ആൾക്കാർ പ്ലസ് നമ്മൾ റിലീസ് ചെയ്ത നമ്മുടെ ഓൺലൈനിൽ നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അത് മാത്രം ഫോളോ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരുടെയും റിപ്പോർട്ടുകൾ നമ്മളെടുത്ത് നമ്മുടെ ഗൂഗിൾ ഫോമിൽ ഫോം ഫില്ല് ചെയ്ത ആളുകളുടെ മാത്രം നമ്പറാണ് 219 എന്ന് പറഞ്ഞ്. അതിൽ കൂടുതൽ ആൾക്കാർ ഒരുപക്ഷെ ഉണ്ടാവും, അത് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല. കൃത്യമായി അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുകൾ 219. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ നോക്കിയാൽ 330, 340, 340 പ്ലസ് ആൾക്കാർക്ക് ലാസ്റ്റ് കഴിഞ്ഞ SSCGD പരീക്ഷ നമുക്ക് ക്ലിയർ ചെയ്യിപ്പിക്കാൻ പറ്റി. ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം നിങ്ങളുടെ പേര് ഇവിടെ കൗണ്ട് ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഒരു വർഷം മുമ്പ്, എക്സാമിന് ഏകദേശം ഒരു വർഷം മുമ്പ് നിങ്ങളോട് പഠിച്ചു തുടങ്ങാൻ പറയുന്നത്. ഈ തരത്തിലൊരു കാര്യം നിങ്ങളോട് പറയുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കാരണം കുറേ ദിവസങ്ങളായിട്ട് ദിശ അക്കാഡമിയിൽ SSCGD പരീക്ഷ റിസൾട്ട് വരുന്ന സമയം മുതൽ എല്ലാവരും നമ്മുടെ ഓൺലൈൻ കോഴ്സ് എപ്പോഴാണ്, ഓഫ്ലൈൻ കോഴ്സ് എപ്പോഴാണെന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചത് കോഴ്സിനെ പറ്റിയാണ്. ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2026 SSCGD വേണമെന്ന് ആഗ്രഹിക്കുന്ന, വളരെ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ദിശ അക്കാഡമി ഏറ്റവും പുതിയ SSCGDയുടെ കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. ഇത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ആദ്യം തന്നെ ഞാൻ വന്നത്. SSCGD 2026 ഓൺലൈൻ കോഴ്സ് ലൈവ് ക്ലാസ്സുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുപോലെ യൂട്യൂബിലും ക്ലാസ്സസ് ഉണ്ടാവും. കുറച്ച് പേര് ചോദിച്ചു യൂട്യൂബിൽ ക്ലാസ് ഇല്ല, ഉണ്ടാവും. തീർച്ചയായിട്ടും യോധ 3.0 എന്ന് പറയുന്ന പുതിയ വീഡിയോ സീരീസ് യൂട്യൂബിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത് ആദ്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിൻസിയറായിട്ട് ജോലി മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഈ വർഷം തന്നെ ഒരു ഫോഴ്സ് റിലേറ്റഡ് ജോബ് വേണമെന്ന് അതിനുവേണ്ടി തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തന്നെ പറയാം. കാരണം 1 ഇയർ മുമ്പ് നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ അവിടെ എത്തിക്കുക എന്ന് പറയുന്ന ഞങ്ങളുടെ ജോലി വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോഴ്സ് ഈ സമയത്ത് നമ്മൾ ലോഞ്ച് ചെയ്യാൻ നമ്മൾ ഫോഴ്സ്ഡാവുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു SSCGD ലൈവ് കോഴ്സ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് അതിൻ്റെ ബിഗിനിങ്, എങ്ങനെയാണ് നമ്മൾ പോകുന്നത്, എന്തൊക്കെയാണ് ഈ വർഷം നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാനിപ്പം ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ആ സംശയങ്ങളുടെ എല്ലാ ഉത്തരം ഞാൻ തരുന്നതായിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. അപ്പോൾ SSCGD 2026 പരീക്ഷയ്ക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ആരാണ് നമ്മുടെ കോഴ്സ് എടുക്കുന്നത്, ലാസ്റ്റ് വർഷങ്ങളിൽ നമ്മുടെ കോഴ്സിനെ ഗൈഡ് ചെയ്ത അതേ ഫാക്കൽറ്റി ടീം തന്നെയാണ് നിങ്ങളെ ഗൈഡ് ചെയ്ത് ഈ വർഷവും ക്ലാസ്സസിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, ആരൊക്കെയാണ് നമ്മളുടെ കോഴ്സിനെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആദ്യം തന്നെ ഫസ്റ്റ് നമ്മുടെ ഈ കോഴ്സിൽ മാത്സ് കൈകാര്യം ചെയ്യുന്ന നമുക്ക് എല്ലാവരെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥിരം ക്ലാസ്സസും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുള്ള അതുൽ സാറാണ് നിങ്ങളുടെ ഫസ്റ്റ് ഫാക്കൽറ്റി. ആദ്യമായിട്ട് നിങ്ങളെ മാത്സ് കൊണ്ടുപോകുന്നത് അതുൽ സാറ് തന്നെയായിരിക്കും. അപ്പോൾ അതുൽ സാറിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല.
അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മുടെ മാത്സിന് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിന് SSC GD പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അതുൽ സാർ ആയിരിക്കും. നിങ്ങളുടെ കൂടെ എപ്പോഴും SSC GD സ്റ്റുഡൻസിൻ്റെ കൂടെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ആളാണ്. അപ്പോൾ മാത്സ് ഹാൻഡിൽ ചെയ്യുന്നത് അതുൽ സാറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റ് എടുക്കുന്നതും മറ്റൊരു അതുൽ സാർ. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ അതുൽ സാറിനെയും രണ്ടാമത്തെ അതുൽ സാറിനെയും നിങ്ങൾ ഒരുപാട് പരിചയപ്പെട്ട് കാണും. കാരണം പച്ച മലയാളം പോലെയാണ് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഈ അതുൽ സാർ. അപ്പോൾ രണ്ടാമത്തെ അതുൽ സാറിനെയും പരിചയപ്പെടുത്തുന്നു. ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ അടുത്ത ഫാക്കൽറ്റി ആയിട്ടുള്ള അതുൽ സാറാണ്. ഇനിയും മൂന്നാമത് റീസണിങ് പഠിപ്പിക്കാൻ നമ്മളുടെ കൂടെ മെയിനായിട്ടും ഡെന്നി സാർ പ്രസൻ്റ് ആണ്. ഡെന്നി സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡെന്നി സാർ നിങ്ങളെ റെഗുലറായിട്ട് എക്സാമിനെ പറ്റിയും മറ്റു മോട്ടിവേഷനുകളുമായിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ള ആളാണ്. ഇവരെല്ലാവരും മൂന്നാമത് റീസണിങ്ങിൻ്റെ കുറച്ച് ടോപ്പിക്കുകളായിരിക്കും ഡെന്നി സാർ എടുക്കുന്നത്. മറ്റ് ഫാക്കൽറ്റീസും ഉണ്ട്. അതുപോലെ GK കുറച്ച് സബ്ജക്ട്സ് എടുക്കാനായിട്ട് ഞാനും ഉണ്ടാവും. GK സബ്ജക്ട്സിൻ്റെ ടോപ്പിക്കുകൾ കുറച്ച് ഞാനുണ്ടാവും. പിന്നീട് വരുന്നത് അമൃത മിസ് ആണ് അടുത്ത ഒരു ഫാക്കൽറ്റി. നമ്മുടെ GK എടുക്കുന്ന നെക്സ്റ്റ് ഒരു ഫാക്കൽറ്റി എന്ന് പറയുന്നത് അമൃത മിസ് ആണ്. അതുപോലെ മറ്റൊരു മിസ് അനുശ്രീ മിസ് ആണ് നെക്സ്റ്റ് സ്റ്റാറ്റിക് GK പോലുള്ള ടോപ്പിക്സ് ഒക്കെ എടുക്കുന്നത്. അനുശ്രീ മിസ് ഉണ്ട്. അതുപോലെ അർച്ചന മിസ്. കുറേ നാളായിട്ട് അർച്ചന മിസ് നമ്മുടെ ചാനലിൽ ക്ലാസ്സസ് എടുക്കുന്നില്ലായിരുന്നു. വീണ്ടും ഒരു ഇൻ്റർവെല്ലിന് ശേഷം വീണ്ടും ക്ലാസ്സസ് എടുക്കാനായിട്ട് നമ്മളുടെ കൂടെ വന്നിരിക്കുകയാണ്. അർച്ചന മിസ് ഉണ്ടാവും. പിന്നെ ഐശ്വര്യ മിസ്. നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾ എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ്. ഐശ്വര്യ മിസ് ഉണ്ടാവും. അതുപോലെ തന്നെ ശരത് സാർ റീസണിങ്ങിന് ഡെന്നി സാറിൻ്റെ കൂടെ ശരത് സാറും നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഫാക്കൽറ്റീസ് ആണ് നമ്മളുടെ ഈ ഒരു ദിശ അക്കാഡമിയുടെ ഏറ്റവും പുതിയ SSC GD 2025-26 വേണ്ടിയുള്ള കോഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത, നമ്മൾ ലാസ്റ്റ് ഇയറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ക്ലാസ്സസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തരത്തിലായിരുന്നു അപ്രാവശ്യത്തെ ക്ലാസ്സുകൾ പോയത്. കാരണം ക്ലാസ്സസ് കൂടാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻസും മറ്റു പല കാര്യങ്ങളും അവസാനത്തെ റൗണ്ടിൽ തരികയും ഫൈനൽ റൗണ്ട് റിവിഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കവർ ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് 2025 നമുക്ക് കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതേ മോഡലിൽ തന്നെ ഈ വർഷം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഈ വർഷം ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പ്രീ പ്ലാൻഡ് ആയിട്ട് 1 ഇയർ ബിഫോർ നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സിൻസിയറായിട്ട്, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ വളരെ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കോഴ്സ് ജോയിൻ ചെയ്യാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി ക്ലാസ്സസ് കാണാം. അങ്ങനെയുള്ള ക്ലാസ്സസ് തീർച്ചയായിട്ടും അവൈലബിൾ ആക്കും. ഈ കോഴ്സിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് ലൈവ് ക്ലാസ്സുകൾ 220+ hours ആയിരിക്കും നമ്മൾ ലൈവ് ക്ലാസ്സസ് ആയിട്ട് വരുന്നത്. ലൈവ് അതായത് ഡെയിലി ഒരു ഷെഡ്യൂൾ ബേസ് ചെയ്ത് നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാവും. അത് 220 hours ആയിരിക്കും വരുന്നത്. അപ്രോക്സിമേറ്റ് ആണ്, അതുകൊണ്ടാണ് പ്ലസ് ഇട്ടിരിക്കുന്നത്. 220+ hours ലൈവ് ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ 300+ റെക്കോർഡഡ് സെഷൻസും ഉണ്ട്. ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 വീക്ക് ഒക്കെ എടുക്കും. അപ്പം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സസും തരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അതേ കണ്ടന്റ്സ്, ബേസിക്സ് ഒക്കെ പഠിക്കാനുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് തരുന്നുണ്ട്. അത് 300+ hours ആണ്. അങ്ങനെ ടോട്ടൽ 520+ hours നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്തു പോകുന്ന ക്ലാസ്സസിൻ്റെ മാത്രം കാര്യമാണ്. അതുപോലെ തന്നെ PDF നോട്ട്സുകൾ ഇനി മുതൽ നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങളുടെ സൗകര്യത്തിൽ അവൈലബിൾ ആക്കാൻ വേണ്ടി PDF നോട്ട്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ക്ലാസ് നോട്ട്സ്, GKയുടെ അതുപോലെ തന്നെ മാത്സിൻ്റെ ഒക്കെ PDF നോട്ട്സ് ഉണ്ടാവും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യമാണ്. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉത്തരം ഞാൻ ഒന്നുകൂടെ പറയുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളുടെയൊക്കെ ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എന്താണ് 1-to-1 മെൻറ്ററിങ്? നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മുടെ കോഴ്സ് കണ്ടക്ട് ചെയ്തു, വളരെ മനോഹരമായിട്ട് കോഴ്സ് കണ്ടക്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ 200+ ആൾക്കാർ ഓൺലൈനിൽ തന്നെ നമ്മുടെ എക്സാംസ് ക്ലിയർ ചെയ്യിക്കാൻ പറ്റി. അതിൽ നമ്മൾ ഫോളോ ചെയ്ത് വന്നപ്പോൾ ഓഫ്ലൈൻ സെൻറ്ററിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ നമുക്ക് പ്രോപ്പർലി മെൻറ്റർ ചെയ്ത് ഗൈഡ് ചെയ്ത് റിസൾട്ടിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ നമ്മൾ ഫേസ് ചെയ്ത ചില പ്രോബ്ലംസ് എന്ന് വെച്ചാൽ സ്റ്റുഡൻസിനെ പ്രോപ്പർലി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇത്തവണ നമ്മൾ പുതിയൊരു സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മൾ മെൻറ്ററിങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും 1-to-1 മെൻറ്ററിങ് എന്ന് പറയുന്ന മറ്റൊരു തരത്തിൽ ഈ പ്രാവശ്യം സ്റ്റുഡൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പുതിയൊരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ SSC GDയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഈ കോഴ്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ കാര്യം കേൾക്കുമ്പോൾ മോട്ടിവേറ്റഡ് ആയി പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് ഡീമോട്ടിവേറ്റഡ് ആയി പോകും. ചിലപ്പം നിങ്ങൾക്ക് മാനസികമായിട്ട് മറ്റ് പല വിഷയങ്ങൾ കാരണം നിങ്ങൾ മെൻ്റലി ഡൗൺ ആകുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ താത്തു വെക്കും. അപ്പോൾ നിങ്ങളെ കണ്ടിന്യൂസ്ലി നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പ്രോഗ്രസ് എന്താണെന്ന് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു മെൻറ്ററിനെ, ഓരോ ആൾക്കാർക്കും നിങ്ങൾക്ക് ഓരോ മെൻറ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻറ്റർ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് അദ്ദേഹത്തെ അവൈലബിൾ ആയിട്ട്
ആയിട്ടുള്ള ടൈമിൽ കോൺടാക്ട് ചെയ്യും. മാത്രമല്ല ആ മെൻറ്റർ നിങ്ങളെ 2 ആഴ്ച കൂടുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ട് വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുകയും നിങ്ങളുടെ പ്രോഗ്രസ് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ കോഴ്സ് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത്, നിങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ മാത്സിൽ വീക്ക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ GK പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ കിട്ടുന്ന അതേ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 1-to-1 മെൻറ്ററിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇപ്രാവശ്യത്തെ GD എക്സാമിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ GD എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ അറ്റൻഷനാണ്. അതിനുവേണ്ടി സെറ്റ് ഓഫ് റിസോഴ്സസ്, ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതി ക്ലിയർ ചെയ്യുന്ന ഏറ്റവും നല്ല മെൻറ്റേഴ്സിനെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു 1-to-1 മെൻറ്ററിങ് നമ്മുടെ ഈ വർഷത്തെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെൻറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് നിങ്ങൾക്ക് ആ മെൻറ്റേഴ്സുമായിട്ട് എല്ലാ പ്രാവശ്യവും ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഫീസ് എത്രയാണെന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. ഫീസാണ്, ടോട്ടൽ ഫീസ് പറയട്ടെ. ഇൻട്രൊഡ്യൂസിങ് SSC GD ലൈവ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ആക്ച്വലി 7,950, അതായത് 8,000 രൂപയാണ് ഫീസ് വരുന്നത്. 1 ഇയർ ഡ്യൂറേഷൻ്റെ ലൈവ് ക്ലാസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കോഴ്സ് 5,999 രൂപ അല്ലെങ്കിൽ 6,000 രൂപയ്ക്കകത്ത് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. 799 അല്ല, പകരം 6,000 രൂപ, 599 എന്ന് ഞാൻ പറയുന്നു, 6,000 റുപ്പീസ് എന്ന് വേണമെങ്കിൽ പറയാം. 6,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സിന് എൻറോൾ ചെയ്യാം. ഈ വരുന്ന 2 ദിവസം ഇൻട്രൊഡക്ടറി ഓഫറാണ്. തീർച്ചയായിട്ടും വലിയ ഫീസ് എന്ന കാര്യത്തിലല്ല നിങ്ങൾ കരുതേണ്ടത്. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 220+ ഹവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളാണ്, റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ലൈവായിട്ട് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്താണ് ഈ കോഴ്സ് പോകുന്നത്. അപ്പോൾ ഫീസ് ഞാൻ വീണ്ടും പറയുന്നു, 6,000. ഈ 2 ദിവസങ്ങൾ, അതായത് ഏപ്രിൽ 21 മുതൽ 23 വരെ, ഇന്ന് നാളെ മറ്റന്നാൾ, ഈ 3 ദിവസങ്ങളിലായിട്ട് എൻറോൾ ചെയ്യുന്നവർക്ക് 2,000 രൂപയുടെ ഡിസ്കൗണ്ടിൽ 6,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സിന് എൻറോൾ ചെയ്യാം. അത് മാത്രമല്ല ഈ 2 ദിവസങ്ങൾ എൻറോൾ ചെയ്യുന്നവർക്ക് 1 ഇയറിന് പകരം വാലിഡിറ്റി 2 വർഷമായിരിക്കും. 1 ഇയർ അല്ല, 2 ഇയേഴ്സ് കോഴ്സിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും. 2 ഇയേഴ്സ് വരെ, അത് 2 ദിവസത്തേക്ക് മാത്രം, 23-ാം തീയതി വരെ മാത്രമാണ്. ഈ 2,000 രൂപ ഡിസ്കൗണ്ടും ഉണ്ടാവും. അതുപോലെ കോഴ്സ് വാലിഡിറ്റി 2 ഇയേഴ്സും ആയിരിക്കും. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ഏർലി ബേർഡ്സ് ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ കോഴ്സിൻ്റെ ഫീസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, കോഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച മെയിൻ കാര്യങ്ങൾ. താല്പര്യമുള്ളവർ, വളരെ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സ് എൻറോൾ ചെയ്യാം. അല്ലാത്തവർക്ക് ദിശ അക്കാഡമിയുടെ യൂട്യൂബിൽ വരുന്ന ഫ്രീ ക്ലാസ്സസ് കണ്ട് പ്രിപ്പയർ ചെയ്യാൻ തീർച്ചയായിട്ടും അതും ഒരു ഓപ്ഷനാണ്. 1 ഇയർ ആണോ ക്ലാസ് എന്ന് ഒരാൾ ചോദിച്ചു. നമ്മൾ 6 മന്ത്സ് കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് സെഷൻസ് ഇടയ്ക്ക് ഉണ്ടാവും. 6 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് അത് കഴിഞ്ഞും കണ്ടിന്യൂ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ പഠിച്ച് ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗൈഡൻസ് കിട്ടാനുമാണ് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് കേട്ടോ. 2 ഇയേഴ്സ് വാലിഡിറ്റി ഉണ്ട്. 1 ഇയർ ആണോ സർ, നോട്ട് മലയാളത്തിലുണ്ടാവും. മലയാളത്തിലല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. മലയാളത്തിൽ നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ എക്സാം എഴുതാൻ ഒരിക്കലും നമ്മൾ റെഫർ ചെയ്യാറില്ല. കാരണം അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണെന്നായിരിക്കും ഞാൻ പറയുന്നതിന്. കാരണം ഈ പരീക്ഷ ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുപാട് മോക്ക് എക്സാംസ് ഒക്കെ എഴുതണം. ബേസിക്സ് ഒക്കെ പഠിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ട് മോക്ക് എക്സാം എഴുതണം. അങ്ങനെ എഴുതുന്ന സമയത്ത് മോക്ക് എക്സാംസ് മലയാളത്തിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന മലയാളത്തിലാണെങ്കിൽ എക്സാംസ് മലയാളത്തിൽ കിട്ടാത്ത സ്ഥിതിക്ക് മലയാളത്തിൽ പഠിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ആ ടേംസ് എല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ നല്ല മലയാളീകരിച്ചായിരിക്കും നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, BSF HCM ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടോ? നിങ്ങൾ ഇതേ കണ്ടന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഓഫ്ലൈൻ ക്ലാസ്സസും അവൈലബിൾ ആണത്. BSF HCM എന്ന് പറഞ്ഞായിരിക്കത്തില്ല, നമ്മുടെ നോർമൽ SSCയുടെ ബാച്ചസിനകത്ത് വരുന്ന സെയിം സിലബസ് തന്നെ ആയിരിക്കും കവർ ചെയ്യുന്നത്. ഓഫ്ലൈനിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ചെയ്യേണ്ടവർ, നിങ്ങൾ താഴെ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ആപ്പ് ഉണ്ട്, ദിശ അക്കാഡമിയുടെ ദിശ ലേണിംഗ് ആപ്പ് ഉണ്ട്, ആൻഡ്രോയിഡ് ആപ്പും ഉണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ, ഐഫോണിലുള്ള ആപ്ലിക്കേഷനും ഉണ്ട്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ 2 നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇവിടെ നേരത്തെ നമ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. നമ്പേഴ്സ് നോക്കുക.
8075753676 എന്ന നമ്പറും 7012615062 എന്ന് പറയുന്ന നമ്പേഴ്സിലും കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്പേഴ്സ് കിട്ടും. ഈ നമ്പേഴ്സ് കിട്ടിയാൽ അവർ ഗൈഡ് ചെയ്യും എങ്ങനെയാണ് കോഴ്സ് ജോയിൻ ചെയ്യേണ്ടതെന്ന്. അതിന് ദിശ അക്കാഡമിയുടെ ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത് അകത്ത് കയറുക. അപ്പോൾ അതിനകത്ത് കോഴ്സസിനകത്ത് ഏറ്റവും പുതിയ കോഴ്സായിട്ട് നിങ്ങൾക്ക് SSCGD കോഴ്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം കോഴ്സ് ബൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ആപ്പിൽ തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ആപ്പിൽ തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്ത്. ഇന്ന് പർച്ചേസ് ചെയ്തവർക്ക് 2 ഇയർ വാലിഡിറ്റി ഉണ്ടാവും. ഇന്ന് പർച്ചേസ് ചെയ്തവർക്ക് വാലിഡിറ്റി ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും കേട്ടോ. ഇന്ന് പർച്ചേസ് ചെയ്തവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. ആരും ടെൻഷൻ അടിക്കേണ്ട. ഇന്നും നാളെ മറ്റന്നാളും പർച്ചേസ് ചെയ്തവർക്കാണ്. GD ബുക്ക് ഉണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദിശയുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ, പ്രീവിയസ് ഇയർ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ്, ദിശയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ ഇതുവരെ നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ പറയാനായിട്ടില്ല. ഓക്കെ, ഓൺലൈൻ കോഴ്സിൻ്റെ കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ആപ്പിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. നിങ്ങൾ വളരെ സിൻസിയറായിട്ട് ഫോഴ്സിൽ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ആക്ട് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ലൈഫിൽ ഡിസിഷൻസ് എടുക്കാൻ നമ്മൾ വൈകി പോകരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ലേറ്റായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ സമയം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. ഇപ്പോൾ പഠിച്ച ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ബേസിക്സ് കവർ ചെയ്യാം. അതിനുശേഷമുള്ള സമയം നിങ്ങൾ പ്രാക്ടീസുകൾ ചെയ്തേ ഈ പരീക്ഷ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റൂ. സോ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നു, ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞാൻ ക്ലിയർ ചെയ്തു എന്നാണ് കരുതുന്നത്. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു. BSF HCMൻ്റെ കാര്യം പറഞ്ഞു. ഓഫ്ലൈൻ ക്ലാസ്സിന് ഹോസ്റ്റൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ഹോസ്റ്റലെല്ലാം നമ്മുടെ അക്കാഡമീസിലും ട്രിവാൻഡ്രത്തും കാലിക്കോട്ടും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ പ്രൈവറ്റ് ഹോസ്റ്റൽസ് ഉണ്ട്. അവിടെ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെയൊക്കെ നമ്പർ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടുത്തെ സെൻറ്ററിലെ നമ്പർ എടുത്തൊന്ന് വിളിച്ചു നോക്കാം കേട്ടോ. മറ്റെന്തെങ്കിലും ചോദ്യം? ടീത്ത് മെഡിക്കൽ ഒന്ന് പറയുമോ? ആപ്പിലാണോ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്? ആപ്പിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ടീത്ത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ടീത്ത് റിലേറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ? മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന SSCGD മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ദിശ അക്കാഡമി എന്ന് പറഞ്ഞ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള വീഡിയോ കിട്ടും കേട്ടോ. ആ വീഡിയോയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെഷൻ ഞാനിപ്പം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ആൻസർ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ദിശ അക്കാഡമിയോട് ചേർന്ന് പുതിയ കോഴ്സ് 2026 നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ട പുതിയൊരു ഇനിഷ്യേറ്റീവിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.